ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങളൊരു ഹിമാചൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഒരു 2-3 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ അതിലത്തെ കുറച്ച് വീഡിയോസും സ്റ്റിൽസൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും മൊബൈലിലുണ്ടായിരുന്നു, ലാപ്ടോപ്പിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എല്ലാം ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നാലെ കുറച്ചൊന്ന് ക്ലബ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിടാം. ഒന്ന് നമുക്കും ഇത് ഫ്യൂച്ചറിൽ കാണാം, രണ്ടാമത്തേത് ഇത് അധികം ആൾക്കാരും ചൂസ് ചെയ്യാത്തൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഹിമാചൽ ചൂസ് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്, സാധാരണ ഹിമാചലിൽ പോകുമ്പോൾ ആൾക്കാർ ഷിംല, കുളു, മനാലി അങ്ങനെയാണ് പോവാറ്. ബട്ട് ഞങ്ങൾ പോയത് ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു, ഒരു ഓഫ് ബീറ്റ് ടൂർ ആയിരുന്നു. ശരിക്കും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ടൂർ തന്നെയായിരുന്നു ഇത്. ഇപ്പം നമ്മൾ സാധാരണ ഷിംല, മനാലിയൊക്കെ പോകുമ്പോൾ ഞാൻ പല ആൾക്കാരുടെ വീഡിയോസിൽ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആണ്. ലൈക്ക് നമ്മുടെ അവിടെ സ്നോ വിൻ്റർ ടൈം ആണെങ്കിലും അല്ലാത്ത സമയമാണെങ്കിൽ പോലും കുല്ലു മനാലി ഈസ് ഓവർ ക്രൗഡഡ്. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് യു വോണ്ട് ടു എസ്കേപ്പ് ഇൻ ടു സം ഗുഡ് നൈസ് സീനിക് പ്ലേസസ്. അപ്പോൾ അങ്ങനത്തെ പ്ലേസസ് ആണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങൾ 1-2 ദിവസം നിന്ന ഹോട്ടലാണിത്, ഹോട്ടൽ ബസ്തേരി. ഇതൊരു വാലിയിലാണ് ഉള്ളത്. അപ്പോൾ ഹോട്ടലിന് ചുറ്റും തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഹോട്ടലിന് പുറത്ത് പോകണമെന്നൊന്നുമില്ല. ആൻഡ് നല്ല ക്ലൈമറ്റും ആയിരുന്നു ആ സമയത്ത്. അത്യാവശ്യം സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഹോട്ടലിന് ചുറ്റും ആപ്പിൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കറക്റ്റ് സീസൺ ആയിരുന്നു, അതായത് പറിക്കേണ്ട സീസൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പറിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറേ അവിടെ നിന്ന് പറിച്ച് കഴിച്ചു. അപ്പോഴാണ് ആപ്പിളിൻ്റെ ഒക്കെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഈ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയം ഒരു 5 o'clock അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഇരുണ്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് രാത്രി പുറത്തുനിന്ന് സ്ഥലങ്ങൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു കുട എടുത്തിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഹോട്ടലിൻ്റെ ചുറ്റൊന്ന് നടന്നു. അപ്പോൾ നല്ല കുറേ ഫ്രഷ് ആപ്പിൾസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത ആപ്പിൾ എടുത്ത് കഴിക്കില്ല, അതൊന്നും അത്രയും സ്വീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ കഴിക്കുന്നൊരു ഫീലിംഗ് എനിക്ക് ഇവിടുന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇവിടുന്ന് കഴിച്ചൊരു ആപ്പിളിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും ഉണ്ട് മനസ്സിൽ, അത് എത്ര ടേസ്റ്റി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഹോട്ടലിൻ്റെ അകത്തൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി പുറത്തോട്ട് വന്നു, ഹോട്ടലിൻ്റെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു റിവർ മാതിരി നല്ല ഒഴുക്കുണ്ടായിരുന്നു, പക്ഷേ ദൂരത്തുനിന്ന് കാണുമ്പോൾ അറിയാത്തത് കൊണ്ടാണ് നല്ല ഒഴുക്കുള്ള ബട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അത്രയും നല്ല ക്ലൈമറ്റുമാണ്. അപ്പം ഈ പുറകിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണ്. അത് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് അതിൻ്റെ തലേ ദിവസം അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഹിമാചലിൽ ഓൾമോസ്റ്റ് നമുക്ക് ന്യൂസിൽ കാണുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ് അവിടുത്തെ ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കുക, നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവറിനെ വെക്കുക, കാരണം അവർക്ക് കുറേ കണക്ഷൻസ് ഉണ്ടായിരിക്കും, ഇതെവിടെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എവിടെ വന്നു എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വി വർ ക്വൈറ്റ് സേഫ്. അപ്പോൾ ഞങ്ങളൊന്ന് ഇരുട്ടാവുന്നതിന് മുന്നാലെ തന്നെ ഞങ്ങൾ മാക്സിമം ഹോട്ടലിലോട്ട് ഏർലി ആയിട്ട് വന്നു. അതിനുശേഷം ഞാൻ ചുമ്മാ എനിക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഈ വെതർ എടുത്ത് നോക്കുക എന്നുള്ളത്, എന്തായിരിക്കും നാളെ വെതർ, മഴ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ. അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ടു ഇറ്റ്സ് ഗോണ സ്നോ ടുഡേ എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഡിഡ് ഹാപ്പൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്നോഫോളാണ്, എക്സ്പീരിയൻസ് ആണിത്. ഇറ്റ് വാസ് ഭയങ്കര ഹെവൻലി ഫീലായിരുന്നു. കാരണം നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ മൗണ്ടൻസൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അത്രയും ഹെവി ആയിട്ടുള്ള സ്നോഫോളായിരുന്നു. ഞാൻ ഓടി വന്നു റൂമിൽ നിന്ന്. അത് കണ്ട ഉടനെ ഞാൻ എൻ്റെ ബൂട്ട്സൊക്കെ റെഡിയാക്കി ഇട്ടു, എൻ്റെ ഗ്ലൗസൊക്കെ റെഡിയാക്കി ഇട്ടു. എന്നിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എപ്പോൾ സ്നോ ആവുന്നുള്ളത്. ഞാൻ കറക്റ്റ് ആ വെതറിൽ എങ്ങനെ പറഞ്ഞ് ഏത് ടൈമിലാണ് പറഞ്ഞ് അതുപോലെ സ്നോ ആയി. ആൻഡ് ദിസ് വാസ് വെരി അൺഎക്സ്പെക്റ്റഡ്. കാരണം മഴയുണ്ടായിരുന്നു, നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു, ഉച്ച സമയത്ത് സ്നോവും കിട്ടി. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ എഫക്റ്റ്. നല്ല ഈ പണ്ടത്തെ വീട്ടിലൊക്കെ കുറേ ഇങ്ങനെ വാൾപേപ്പേഴ്സൊക്കെ വീട്ടിൽ ഒട്ടിക്കായിരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്തെ മൂവീസിലൊക്കെ. അതുപോലെ എനിക്ക് തോന്നി ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പം. എന്നിട്ട് ഞങ്ങൾ വേറൊരു ചിക്കുൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് അടുത്ത ദിവസം ഞങ്ങൾ ട്രിപ്പ് പോകാൻ നിൽക്കുവാണ്. ഈ കാണുന്ന ഹോട്ടലാണ് നമ്മൾ നിന്നത്. ജസ്റ്റ് നോക്കി നോക്കുക എത്ര ആഴത്തിലാണ് ആ ഹോട്ടലുള്ളത് എന്നുള്ളത്. ഞാൻ കാണിച്ചിരുതാ, ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ ബസ്തേരി. അപ്പം നമ്മൾ അത്രയും ചുറ്റി മേലെ കറങ്ങി ഈ ഒരു മലയുടെ മേലെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത മലയുടെ മേലെ, അങ്ങനെ കുറേ മലകളുടെ മേലെ കയറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുക. ഇത് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഹാപ്പിനെസ് ആണ്. പക്ഷെ ആ സമയത്ത് ഈ ഒരു വേറൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് അയ്യോ ഇന്ന് ഞാൻ എത്ര ഛർദ്ദിക്കും എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. കാരണം അത്രയും ടഫായിരുന്നു. ഇതൊക്കെയാണ് റോഡ്. അവിടെ ഒരു വണ്ടിക്ക് മാത്രം ഒരു സൈഡ് പോകാനേ പറ്റത്തുള്ളൂ. വേറൊരു സൈഡിൽ നിന്ന് വണ്ടി വരുവാണെങ്കിൽ നമ്മൾ നിർത്തിയിടും ഒരു സൈഡിൽ, എന്നിട്ട് അവർ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ പോവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പോയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് അന്ന് ആക്ച്വലി
ചിക്കുൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സ്നോ ആയതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, കാരണം സ്നോ അതിനുശേഷം നമ്മൾ ഉണ്ടാവില്ല, ഈ ഭാഗം മാത്രമേ സ്നോ ഉണ്ടായിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള പോയൊരു ജേണി തന്നെയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇറ്റ് വാസ് എ മെമ്മറബിൾ ട്രിപ്പ്. അതായത് ഒരു പ്രായത്തിനകത്ത് നമ്മളിത് പോയിരിക്കണം. കാരണം ഒരു 40-50 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു സ്ഥലങ്ങളിലൊന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ കുല്ലു മനാലിയൊക്കെ പോകും, കാരണം അതത്ര വലിയൊരു അങ്ങനത്തെ ജേണിയൊന്നും അല്ല, അങ്ങനത്തെ ഒരു കഷ്ടപ്പാടുള്ള ജേണിയൊന്നും അല്ല. പക്ഷേ ഞാൻ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ലതായിട്ട് ഈ അഡ്വഞ്ചറസ് ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ടയേഴ്സമായിട്ട് തോന്നും, കാരണം ഇത് അങ്ങനത്തെ ഒരു ടയേഴ്സമായിട്ടുള്ള ജേണി തന്നെയാണ്. ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാം അങ്ങനത്തെ ഒരു ജേണി അല്ല. ഞങ്ങൾ അതിനായിരുന്നു പോയതെങ്കിലും അത് നടന്നില്ല. ബട്ട് സ്റ്റിൽ വി എൻജോയ്ഡ് ദിസ് പ്ലേസ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിന് ശേഷം കാശ്മീർ പോയപ്പോൾ എനിക്ക് ഇവിടുത്തെ അത്ര ഭംഗി പോലും കാശ്മീരിന് തോന്നിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. കാശ്മീർ ഞങ്ങൾ കുറച്ചും കൂടി സമ്മേഴ്സിലാണ് പോയത്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഇറ്റ്സ് രണ്ടും സെയിം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആൻഡ് ഇത് കുറച്ചും കൂടി എന്താ പറയുക, റോഡൊക്കെ നമ്മൾ ഈ ഓഫ് ബീറ്റ് എടുത്തുകൊണ്ട് റോഡ്സൊക്കെ അത്രയും നമ്മൾ കാണാത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ എനിക്കിപ്പോഴും അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനും എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കൂടുതൽ വാക്കുകളോണ്ട് പറയാൻ പറ്റില്ല, കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെ കുറച്ച് അവിടെ നിന്ന് എടുത്ത എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോയ സ്ഥലങ്ങളുടെ പേര്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ടൂർ പാക്കേജ് എടുത്ത് പോകാം. എഗെയിൻ ഐ എം ടെല്ലിങ് യു, ഇതൊരു അഡ്വഞ്ചറസ് ടൂർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടൂർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഈ ഒരു പാക്കേജ് എടുത്താൽ മതി. ആൻഡ് കുട്ടികളായിട്ട് പോകാൻ പറ്റുന്നൊരു പാക്കേജും അല്ല ഇത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഐ വിൽ ബി റിപ്ലൈയിങ് ടു ദാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ബൈ.